ഹലോ ഗൈസ്, അഞ്ച ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചപ്പാത്തിയും കൂടിയാണ്. സീസൊക്കെ വെച്ചുകൊണ്ട് അടിപൊളി ചപ്പാത്തിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ നേരിട്ടങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോയാലോ. വേണ്ടി പാലൊഴിച്ച് കൊടുക്കുകയാണ്. അതായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങനീര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനെല്ലാം വേർതിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അരിച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. പാലിൻ്റെ സീസൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പാല് ചൂടാകുമ്പോൾ അതിലോട്ട് നാരങ്ങനീര് ഒഴിക്കുക. ഒത്തിരി തിളയ്ക്കാൻ നിൽക്കല്ലോ. തിളയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ പനീറായി പോവും. ഈ കറക്റ്റ് പനീറായ രീതിയിൽ കിട്ടത്തില്ല, സീസായ രീതിയിൽ കിട്ടത്തില്ല. അതുകൊണ്ട് പാലധികം ഒത്തിരി തിളപ്പിക്കല്ല്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് അതിലോട്ട് നാരങ്ങനീര് പിഴിഞ്ഞൊഴിച്ചാൽ മതി. ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ലഞ്ച് ബോക്സിൻ്റെ കൂടെ നല്ല റെസിപ്പിയും കൂടിയാണ്. ലഞ്ച് ബോക്സിൻ്റെ കൂടെയും വീട്ടിൽ രാവിലെ ഭക്ഷണത്തിനുമായും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിയായ ഒരു വിഭവമാണ്. എടുത്തിരിക്കുന്ന പച്ചക്കറികളൊക്കെ നിങ്ങളെ വീഡിയോ പരിചയപ്പെടുത്താം. ആയിട്ട് നമ്മൾ ക്യാരറ്റ് കുനുകുനാന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, തക്കാളിക്ക, ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. വെച്ച് കൊടുത്ത് അതിലോട്ട് സവാള ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഉപ്പുപൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഉപ്പുപൊടി മിക്സാക്കിയാണ് ചേർത്ത് കൊടുത്തു. കുറച്ച് ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തു. ഉള്ളിയും പച്ചമുളകും അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ജീരകപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇളക്കി കൊടുത്ത് മിക്സാക്കുകയാണ്. പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള വെജിറ്റബിളുകൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അറുന്നോണം വരെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ്. പച്ചക്കറികളൊക്കെ വഴറ്റി കഴിഞ്ഞു. അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുമ്പ് ചീഞ്ചട്ടിയാണ്. നോൺസ്റ്റിക്കിൻ്റെ ചീഞ്ചട്ടി ഉപയോഗിക്കുന്നില്ല. ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് എല്ലാം ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ ഇരുമ്പ് ചട്ടി തന്നെയാണ് നമ്മൾ പാലപ്പവും റെഡിയാക്കി എടുത്തത്. അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സോസിന് വേണ്ടി പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. വഴണ്ട് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഉപ്പ്, മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ചേർത്ത് ഇളക്കുകയാണ്. പേസ്റ്റ് പോലെ അരച്ചെടുക്കാം, വെള്ളമൊന്നും ചേർക്കാതെ. മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം, വെള്ളമൊന്നും ചേർക്കാതെ. അങ്ങനെ നമ്മൾ എല്ലാം റെഡി മിക്സാക്കിയാണ്. വെള്ളം ചേർത്ത് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ്. ഓൾറെഡി പച്ചക്കറിക്കകത്ത് ചേർത്തുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം വരത്തില്ല. അതുകൊണ്ട് തന്നെ ഉപ്പും ചേർക്കണ്ട. ഗോതമ്പൊടിയൊക്കെ നമ്മൾ ചുഴച്ചെടുക്കുകയാണ്. ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് ഒരുക്കുന്ന പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. പച്ചപ്പുണ്ടാക്കാൻ വേണ്ടി 2 ടീസ്പൂൺ നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. നമ്മൾ മിക്സി ജാറിലൊക്കെ എല്ലാം അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കച്ചപ്പൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോളായിട്ട് ഉരുട്ടി ചപ്പാത്തി റെഡിയാക്കി എടുക്കുകയാണ്.
ഇവിടെ നമ്മൾ ഒരു ചപ്പാത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ചപ്പാത്തികളും നമുക്ക് റെഡിയാക്കി എടുക്കാം. ടൊമാറ്റോ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അരച്ച് വെച്ച ടൊമാറ്റോ സോസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ലേശം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സി ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ദോശക്കല്ലൊക്കെ ചൂടായി വരുന്നുണ്ട്. കനം കുറച്ചാണ് നമ്മൾ പരത്തിയത്. നിങ്ങൾക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരത്തില്ല ഏതാകൃതിയിലായാലും. അതിൽ എണ്ണ വരട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. അതിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. നെയ്യൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് മൂത്താൽ മതി, അധികം മൂക്കണ്ട. അച്ചപ്പൊക്കെ തേച്ച് കൊടുക്കുകയാണ്. അച്ചപ്പൊക്കെ ചേച്ച് എല്ലാം മിക്സാക്കി എടുക്കുകയാണ്. ചീസൊക്കെ അരിഞ്ഞിടുകയാണ്. ഇനി വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അടച്ചു കൊടുക്കുകയാണ്. ഒക്കെ ഉരുകി വന്നിട്ടുണ്ട്. ചപ്പാത്തിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സേവമേലോട്ട് അങ്ങനെ നമ്മളെ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടിപൊളി റെസിപ്പിയും കൂടിയാണ്. നല്ല ചപ്പാത്തിയാണ്. എല്ലാവരും ഈ ചപ്പാത്തി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റ് ചപ്പാത്തിയും കൂടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.